കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പുരോഗമിക്കുമ്പോൾ താരപരിവേഷമില്ലാതെ കലോത്സവ നഗരിയിൽ സജീവമാവുകയാണ് സിനിമാ താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. ജന്മനാട്ടിൽ നടക്കുന്ന കലാമാമാങ്കത്തിൽ തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സംഘാടകരിൽ നിന്ന് ഒരാളായി മാറുകയാണ് കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ. കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവം നടക്കുമ്പോൾ നിറസാന്നിധ്യമായി മാറുകയാണ് കാസർഗോഡുകാരുടെ മാത്രമല്ല മലയാളത്തിൻ്റെ തന്നെ പ്രിയങ്കരനായ കുഞ്ഞികൃഷ്ണൻ മാഷിനോട് കലോത്സവ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഒരു സിനിമാക്കാരൻ എന്നതിലുപരി കലോത്സവത്തിൻ്റെ മൊത്തം ഭാഗമാവുകയാണ്. എങ്ങനെയാണ് ഈ കലോത്സവത്തെ നോക്കിക്കാണുന്നത്? പുതിനൂരിൽ 16 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കലോത്സവം വരുന്നത്. അപ്പം നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയിൽ ഒരു ഉത്സവമായിട്ടാണ്, ഉത്സവാന്തരീക്ഷത്തിലാണ് ഈ കലോത്സവം നടക്കുന്നത്. മറ്റു തിരക്കുകളെല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായി കലോത്സവത്തിൽ ഭാഗമാകും. മറ്റു തിരക്കുന്നല്ല, മറ്റിപ്പോൾ അത്യാവശ്യ പരിപാടികളെല്ലാം മാറ്റിവെച്ചു. പക്ഷേ ഷൂട്ടിംഗ് ഇപ്പോഴില്ല, അതുകൊണ്ട് ഇവിടെ സജീവമാകാൻ വേണ്ടി കഴിഞ്ഞു. ഇപ്പോൾ 3-ാം തീയതി വീണ്ടും എറണാകുളത്തേക്ക് പോകണം. 3-ാം തീയതി വൈകുന്നേരം പോകും. അതുവരെ പ്രശ്നമില്ല. ഈ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ ഒരു കലോത്സവം നടക്കുന്ന ഒരു സാഹചര്യം ഇതിനെങ്ങനെയാണ് ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ നോക്കിക്കാണുന്നത്, ഒരു കലാകാരൻ എന്ന നിലയിൽ? 8 വർഷം മുമ്പ് ഇവിടെ സബ് ജില്ലാ കലോത്സവം നടന്നു. അപ്പോൾ അന്ന് ഇതിൻ്റെ സാമ്പത്തിക കമ്മിറ്റി ചെയർമാനായിരുന്നു ഞാൻ. ആ സാമ്പത്തിക കമ്മിറ്റി വെച്ച പൈസ കൊണ്ടാണ് ആ ഓഡിറ്റോറിയം ടൈൽസ് ഭംഗിയാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയുണ്ട്. പിന്നെ യഥാർത്ഥത്തിൽ അനുപമകൃഷ്ണൻ കലാതിലകായിരുന്നു, ആതിരാർനാഥ് കലാതിലകായിരുന്നു. അവരുടെയൊക്കെ UP സ്കൂളിൽ ഞാൻ ഉണ്ടാകുന്ന സമയത്ത് അവരൊക്കെ അവിടെ പഠിച്ചവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് വീണ്ടും ഒരു കലോത്സവം വരുമ്പോൾ. അപ്പോൾ അവരുടെയൊക്കെ ഒരു ഓർമ്മ. അപ്പോൾ ഇനി എത്ര വർഷം കഴിയുമെന്നറിയില്ല കലോത്സവം വരാൻ. അപ്പം ഈ കലോത്സവ വിശേഷങ്ങൾക്കൊപ്പം കുറച്ച് സിനിമാ വിശേഷങ്ങൾ കൂടി പങ്കുവെക്കാം. ഇനി പുതുതായിട്ട് സിനിമ ഏതൊക്കെയാണുള്ളത്? സിനിമ ഇറങ്ങാനുള്ളത് അടുത്ത മാസം ഡിസംബർ 27 സംശയം. വിനയ് ഫോർട്ടാണ് നായകൻ, ലിജോ മോള് നായികയായിട്ട സിനിമ. രാജേഷ് രവിയാണ് സംവിധാനം. പിന്നീട് വിനീത് ശ്രീനിവാസൻ നായകനായ സിനിമയുണ്ട്, അത് മോഹനൻ മണ്ടോടി സംവിധാനം ചെയ്തതാണ്. കഥ പറയുമ്പോൾ നല്ല വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല, തലവടിക്കുന്നോർക്ക് തലവനാം ബാലൻ, വെറുമൊരു ബാലനല്ലിവനൊരു കാലൻ. ഈ പാടുണ്ടല്ലോ കഥ പറയുമ്പോൾ സിനിമയിൽ. ആ സിനിമയിലെ സംവിധായകനാണ് മോഹനൻ മണ്ടോടി. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. യഥാർത്ഥത്തിൽ ശ്രീനേട്ടൻ ചെയ്യേണ്ട റോളാണ്. ശ്രീനേട്ടൻ സുഖമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഈ സിനിമയിലേക്ക് വിളിച്ചത്. നമ്മുടെ സുരേഷ് ഗോപി നായകനായിട്ട് സിനിമയുണ്ട്, പെരുങ്കളിയാട്ടം. അത് മാർച്ചിൽ റിലീസാവും. പിന്നീട് അൻപോട് കൺമണി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, വിസ്ത വില്ലേജ്, വടക്കൻ പ്രണയപർവ്വം. ഇങ്ങനെ കുറേ സിനിമ റിലീസാവാനുണ്ട്. അങ്ങനെ എല്ലാ ഭാവങ്ങളും ഓക്കെ. ഈ കലോത്സവ നഗരിയിലെത്തിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഈ കലോത്സവ നഗരിയിൽ നിറസാന്നിധ്യമായതുകൊണ്ട് ഈ നാടിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമാക്കുകയാണ് സിനിമാ താരം കുഞ്ഞികൃഷ്ണൻ മാഷ്. ജോസഫ് അഗസ്റ്റിൻ, കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.